പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നീട്ടി. കൊച്ചി മെട്രോ സർവീസ് ജനുവരി 1 പുലർച്ചെ 1 മണി വരെയാണ് നീട്ടിയത്. അരുൺ ശങ്കർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അരുൺ, പുതുവത്സര ആഘോഷങ്ങൾക്കായി കൊച്ചിയിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണിത്. കാരണം വലിയ തിരക്കൊക്കെ ആയിരിക്കും ഇന്ന് രാത്രി. ട്രാഫിക് അത്രമേൽ തിരക്കായിരിക്കും, ഗതാഗത തിരക്കായിരിക്കും. അപ്പോഴാണ് ഈ മെട്രോ 1 മണി വരെ നീട്ടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് മെട്രോ എത്തുന്നത്. എങ്ങനെയാണത്? തീർച്ചയായിട്ടും പുതുവത്സര ആഘോഷം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആളുകൾ തടിച്ചുകൂടുന്ന ഒരു ആഘോഷമാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച്, പാർക്കുകൾ കേന്ദ്രീകരിച്ച്, സൗഹൃദ കൂട്ടായ്മകളൊക്കെ തന്നെ പുതുവത്സര ആഘോഷം നടത്തുന്നുണ്ട്. അങ്ങനെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൊച്ചി മെട്രോ സർവീസിന്റെ സമയം നീട്ടിയിരിക്കുന്നത്. രാത്രി 1 മണി വരെ, അതായത് ഡിസംബർ 31 രാത്രി 10:00 ശേഷം സർവീസ് ഉണ്ടാകും. രാത്രി 1 മണി വരെ, അതായത് ജനുവരി 1 രാത്രി 1 മണി വരെ ആയിരിക്കും ഈ സർവീസ് ഉണ്ടാവുക. ഈ സമയങ്ങളിൽ 20 മിനിറ്റ് ഇടവിട്ടായിരിക്കും സർവീസ് നടത്തുക. 2 എൻഡിൽ, അതായത് ആലുവയിൽ നിന്നും എസ് എൻ ജംഗ്ഷനിൽ നിന്നും 1 മണിക്കായിരിക്കും അവസാനത്തെ മെട്രോ ട്രെയിൻ പുറപ്പെടുക. അങ്ങനെ പുതുവത്സര ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ വേഗം അവരുടെ സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിനും അതോടൊപ്പം തന്നെ ആഘോഷം നടക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുന്നതിനും ഈ മെട്രോ സർവീസ് നീട്ടിയത് ഗുണപ്രദമാകും. അതോടൊപ്പം തന്നെ മെട്രോ സർവീസ് മാത്രമല്ല, വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകും. അത് സംബന്ധിച്ച അപ്ഡേറ്റ് ഉടൻ തന്നെ ലഭിക്കും. വാട്ടർ മെട്രോയുടെ സർവീസും നീട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്.